ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. 30-ാമത്തെ സങ്കീർത്തനം 5-ാം വാക്യം വായിക്കാം. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിലാണ്. രാപാർക്കാൻ വരുന്ന അതിഥി ഒരു വിരുന്നുകാരൻ പോലെ കരച്ചിൽ വരുന്നു, രാപാർക്കുകയാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. എന്നാൽ ഉഷസ്സായി പ്രഭാതമായി വിരുന്നുകാരൻ പോകുന്നു, കരച്ചിൽ പോകുന്നു, ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ അനേകം പേർക്ക് ഇത് അനുഭവമല്ലേ? ഒരു കാലത്ത് എന്നും കണ്ണീരും കയ്യുമായി വലഞ്ഞ് വിഷമിച്ച് കഴിഞ്ഞിരുന്ന ആളുകൾ, ഇനി ഒരു നല്ല കാലം കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ, ഇനി സമാധാനം കാലം ലഭിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ, എനിക്കൊരു സ്വൈര്യം ഉണ്ടാകുമോ, ഒരു സ്വസ്ഥത ഉണ്ടാകുമോ എന്ന് നിരാശയോടെ ചിന്തിച്ച ആളുകൾ, എത്രയോ പേരിന്ന് സമാധാനം അനുഭവിക്കുന്നു, എത്രയോ പേരിന്ന് സന്തോഷം അനുഭവിക്കുന്നു, എത്രയോ പേര് ഇന്ന് സ്വസ്ഥതയുള്ള ശാന്തിയുള്ള ഒരു നല്ല ജീവിതം അനുഭവിക്കുന്നു. എത്ര ആശ്വാസകരമായ ജീവിതമാണെന്ന് അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദുരിതകാലങ്ങളാണല്ലോ, എൻ്റെ ജീവിതത്തിൽ യാതനയുടെ കാലങ്ങളാണല്ലോ, എൻ്റെ ജീവിതത്തിൽ വറുതിയുടെ കാലങ്ങളാണല്ലോ, പൈസയ്ക്ക് ഞെരുക്കമാണല്ലോ, കടം പെരുകി വരുന്നല്ലോ, ശരീരത്തിൽ സൗഖ്യമില്ലല്ലോ, രോഗം കൂടിക്കൂടി വരുന്നല്ലോ, ഇനി ആശയ്ക്ക് വകയില്ലല്ലോ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് പോയല്ലോ, എല്ലാ മധുര സ്വപ്നങ്ങളും കരിഞ്ഞു പോയല്ലോ. എൻ്റെ കർത്താവേ, എനിക്കിനി എന്താണ് ഭാവി? നിരാശയോടിരിക്കുന്ന ചിലരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. ഭാവിയോർത്ത് നെടുവീർപ്പെടുന്ന ചിലരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. കേൾക്കൂ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു. വചനം നിങ്ങൾ വിശ്വസിക്കൂ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. വിശ്വസിക്കുക. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. ഇന്ന് കണ്ണീരാണ്, ഇന്ന് ദുരിതമാണ്, ഇന്ന് യാതനയും വേദനയുമാണ്. എന്നാൽ സന്തോഷത്തിൻ്റെ കാലങ്ങൾ വരുന്നു, സമാധാനത്തിൻ്റെ കാലങ്ങൾ വരുന്നു. എന്നും ദുഃഖവെള്ളിയാഴ്ചയല്ല, ഉയർപ്പ് ഞായറാഴ്ച വരുന്നുണ്ട്. എന്നും ദുരിതത്തിൻ്റെ കാലങ്ങളല്ല, നന്മയുടെ കാലങ്ങൾ, സമാധാനത്തിൻ്റെ കാലങ്ങൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും കയറ്റമല്ല, ഒരിറക്കം വരുന്നുണ്ട്, ഒരാശ്വാസം വരുന്നുണ്ട്, ഒരു വിശ്രമം വരുന്നുണ്ട്, നല്ല കാലം വരുന്നുണ്ട്. എൻ്റെ ഈ കഷ്ടപ്പാടുകൾ എന്തെങ്കിലും തീരുമോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജനിച്ചന്ന് മുതലേ എനിക്ക് ദുരിതമാണല്ലോ, എനിക്ക് എന്നാണ് വിശ്രമം കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് കരയുന്ന ആളുകളുണ്ട്. ഇല്ലേ? നിങ്ങൾ പലരും അങ്ങനെയല്ലേ? എന്നാണ് എനിക്ക് വിശ്രമം കിട്ടിയിട്ടുള്ളത്? എന്നാണ് എനിക്ക് ഒന്ന് സമാധാനത്തോടെ കഴിയാൻ ഒത്തിട്ടുള്ളത്? എന്നാണ് ഒന്ന് കരയാതെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്? എൻ്റെ ദൈവമേ, എനിക്ക് ഒന്ന് മാറി ദുരിതമാണല്ലോ എന്നോർത്ത് വലയുന്ന അനേകം പേര് ഈ വാക്കുകൾ പക്ഷേ കേൾക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയപൂർവ്വം പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നു രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരും പാടിയത് ഈ കാലയളവിൽ അനേകർക്ക് അനുഭവമാണ്. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്കും അനുഭവമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വാക്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. രൂത്തിൻ്റെ പുസ്തകം കരച്ചിലിൽ തുടങ്ങുന്നു, അത് ആഘോഷത്തിൽ, സന്തോഷത്തിൻ്റെ ആഘോഷത്തിമിർപ്പിൽ അവസാനിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആകത്തുക അതാണ്. ദുരിതത്തിൽ ആരംഭിക്കുന്നു, കണ്ണീരിൽ ആരംഭിക്കുന്നു, ശവക്കുഴിയിൽ ആരംഭിക്കുന്നു, മരണത്തിൽ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശവസംസ്കാരത്തിൽ ആരംഭിക്കുന്നു. 3 ശവസംസ്കാരം രൂത്തിൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ അങ്ങനെയാണ്. 3 ശവസംസ്കാരം. എലീമേലക്ക് മരിക്കുന്നു, മഹ്ളോൻ മരിക്കുന്നു, കില്യോൻ മരിക്കുന്നു. 3 ശവസംസ്കാരം. എന്നാൽ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഒരു ശിശുവിൻ്റെ പിറവിയാണ്, ഒരു ശിശുവിൻ്റെ ജനനമാണ്. ഒരു ശിശു ആ വീട്ടിൽ ജനിക്കുന്നു. ദുഃഖത്തിൻ്റെ കാലങ്ങൾ തീർന്നിരിക്കുന്നു, ഒരു കുഞ്ഞ് ജനിക്കുന്നു. എന്തൊരു ഭാഗ്യം, എന്തൊരു സൗഭാഗ്യം! ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ഗ്രാൻഡ് മദർ എന്നാണ് പറയുന്നത്. നവമി ഗ്രാൻഡ് മദറായി. എന്താണ് ഗ്രാൻഡ് മദർ? ഗ്രാൻഡ് എന്നുള്ള വാക്കിൻ്റെ ശരിയായ അർത്ഥം ബ്യൂട്ടിഫുൾ എന്നാണ്. ഗ്രാൻഡ് മഹത്വമേറിയത്. അത് വളരെ സുന്ദരമാണ്, അത് മഹാത്മ്യമേറിയതാണ്, അത് മഹത്വമേറിയതാണ്, അത് ശോഭനമാണ്. ഗ്രാൻഡ് മദർ. ഒരു പുരുഷനും ഒരു സ്ത്രീക്കും
ലഭിക്കാവുന്ന ഒരു പദവിയാണ് ഒരു ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ എന്നുള്ള പദവി. ഈ യൗവനപ്രായത്തിലുണ്ടാകുന്ന മക്കൾ, സ്വന്തം മക്കൾ വാത്സല്യമാണ്, സ്നേഹമാണ്, മക്കൾ നമുക്ക് പ്രിയമാണ്, സംശയമില്ല. എന്നാൽ മക്കളോടുള്ള ആ സ്നേഹത്തിനേക്കാൾ എത്രയോ വലുതാണ് മക്കളോടുള്ളതായ സ്നേഹം, ഗ്രാൻഡ് ചിൽഡ്രനോടുള്ളതായ സ്നേഹം. ദേ ആർ ഗ്രാൻഡ്. അവർ ഗ്രാൻഡാണ്, അവർ മഹാത്മ്യമേറിയവരാണ്, അവർ മഹത്വമേറിയവരാണ്. ഗ്രാൻഡ് ചിൽഡ്രൻ. നവമി ഒടുവിലത്തെ അധ്യായത്തിൽ ഗ്രാൻഡ് ചൈൽഡിനെ എടുത്ത് ഓമനിക്കുന്നു. ആദ്യത്തെ അധ്യായത്തിൽ 3 ശവസംസ്കാരങ്ങൾ, ഒടുവിലത്തെ അധ്യായത്തിൽ കൈ നിറയെ ഒരു ആൺകുഞ്ഞ്, കൈ നിറയെ ഒരു ഓമന പൈതൽ. ദൈവത്തിന് സ്തോത്രം. ഹൃദയം നിറയെ ദുഃഖഭാരം പേറിയിരുന്ന നവമിക്ക് ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കൈ നിറയെ ഒരാൺ പൈതലിനെ ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞുങ്ങൾ, മക്കൾ യഹോവ തരുന്ന പ്രതിഫലമാണ്, യഹോവ തരുന്ന ദാനമാണ്, ദൈവം തരുന്ന അനുഗ്രഹമാണ്. നമുക്ക് 128 സങ്കീർത്തനമെടുക്കാം. മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, മക്കൾ യഹോവ തരുന്ന ദൈവം തരുന്നതായ പ്രതിഫലമാണ് എന്ന്, ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണ് എന്ന്. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. ആവനാഴിയിൽ അമ്പ് നിറയ്ക്കുന്നത് പോലെ മക്കളെ ജീവിതത്തിൽ ലഭിക്കുക. ഇന്ന് നമ്മുടെ ഈ തലമുറയിൽ അനേകർ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുഞ്ഞ് എന്ന് അങ്ങനെ നിജപ്പെടുത്തുകയാണ്, ഏതാണ്ട് ഒതുക്കി നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ആശയഗതിയിൽ ഒരുപക്ഷെ ഒന്ന് വ്യതിയാനം വരുത്താൻ വേണ്ടി പറയുകയാണ്. മക്കളെ നിങ്ങൾ 1-2 എണ്ണത്തിൽ നിങ്ങൾ നിർത്തരുത്. ദൈവത്തിന് സ്തോത്രം. ഈ പറയുന്നത് നിങ്ങൾ ദയവായി കേൾക്കുക. 1-2 കുഞ്ഞുങ്ങൾ എന്നുള്ളതിൽ നിർത്തരുത്. നിങ്ങൾ മക്കളെ ജനിപ്പിക്കുക, മക്കൾ ഉണ്ടാകട്ടെ. മക്കൾ ദൈവം തരുന്ന അനുഗ്രഹമാണ്, ദൈവം തരുന്ന ദാനമാണ്. നമുക്ക് വായിക്കാം വാക്യം. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ദൈവം തരുന്ന അവകാശമാണ്, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാണ്, ദൈവം തരുന്ന പ്രതിഫലമാണ്. മക്കളെ പ്രസവിക്കാൻ വെക്കുക, മക്കളെ വളർത്താൻ വെക്കുക, മക്കളെ പോറ്റി പുലർത്താൻ വെക്കുക, മക്കളെ ലാളിക്കാൻ വെക്കുക. അതൊരു പദവിയാണ്, അതൊരു ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഈ വാക്കുകളെ കേൾക്കുന്ന ചിലരെങ്കിലും മക്കൾ ഇല്ലാത്തതുകൊണ്ട് ദുഃഖിക്കുന്നവർ കാണുമായിരിക്കും, മക്കളില്ലാത്തതുകൊണ്ട് വേദനിക്കുന്നവർ കാണും. തീർച്ചയായിട്ടും വേദന സ്വാഭാവികമാണ്, വേണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, ശാരീരികമായി നമുക്ക് മക്കൾ ഉണ്ടാവുകയില്ലെങ്കിൽ പോലും നാം ആത്മീയമായി മക്കളെ ജനിപ്പിക്കുന്നവരാകണം. ആത്മീയമായി മക്കൾ. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വിവാഹിതനല്ല, ശരീരപ്രകാരം മക്കൾ ജനിച്ചില്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ മക്കളെ ജനിപ്പിച്ചു എന്ന്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാവുന്നു ഇതിനോട് അപേക്ഷിക്കുന്നത്. ആത്മാവിൽ മക്കളെ ജനിപ്പിക്കുക, അനേകം മക്കളെ ആത്മാവിൽ ജനിപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, കർത്താവേ, ഇത്രയും കാലം ഫ്രൂട്ട്ലെസ് ലൈഫായിരുന്നു, ഫലപ്രദമായ ജീവിതം അല്ലായിരുന്നു. കർത്താവെ, ഫലപ്രദമായി ജീവിച്ചില്ല, അനേകരെ ആത്മാവിൽ ജന്നത്തിലേക്ക് നയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, ആത്മാക്കളെ വീണ്ടെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കർത്താവെ, ഇനി ആത്മാവിൽ ഞാൻ മക്കളെ ജനിപ്പിക്കും. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. ഈ ശരീരത്തിൽ മക്കൾ ജനിക്കട്ടെ, നല്ലത്. ദൈവം തരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യം, ദൈവം തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. പക്ഷേ അതുമാത്രമല്ല, ആത്മാവിൽ മക്കളെ ജനിപ്പിക്കുക. ശരീരപ്രകാരം മക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആത്മാവിൽ മക്കളുണ്ടാകുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവയെക്കൊണ്ട് അതിൻ്റെ ആവനാഴി നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മക്കളെ കൊണ്ട് തൻ്റെ ആവനാഴിക, തൻ്റെ പൂണി, തൻ്റെ അമ്പുകൾ ഇടുന്നതായ ആവനാഴിക നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അസ്ത്രം പോലെ മറ്റുള്ളവരെ എയ്തു വീഴ്ത്താൻ പറ്റിയ അനേകം മക്കളെ ജനിപ്പിക്കാൻ സാധിക്കുക, മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റിയ അനേകം മക്കളെ ജനിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പുറമേയുള്ള യുദ്ധത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആത്മാക്കളെ നേടുന്ന പൈശാചിനോടുള്ള യുദ്ധത്തിൽ അസ്ത്രം പോലെ ഈ മക്കൾ പ്രയോജനപ്പെടണം. അസ്ത്രത്തെ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ മക്കൾ പൈശാചിനോടുള്ള യുദ്ധത്തിൽ നമുക്ക് പ്രയോജനപ്പെടണം. പൈശാചിനോട് നാം യുദ്ധം ചെയ്യുകയാണ്, ആ യുദ്ധത്തിൽ അമ്പ് പോലെ പ്രയോജനപ്പെടണം നമ്മുടെ ആവനാഴിയിലെ ഈ മക്കൾ. ദൈവത്തിന് സ്തോത്രം. സഹോദരൻ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മക്കളെ ജനിപ്പിക്കണം, അനേകം ആത്മാക്കളെ നിങ്ങൾ വീണ്ടെടുക്കണം, അനേക ആത്മാക്കളെ വീണ്ടെടുപ്പിലേക്ക് നിങ്ങൾ നയിക്കണം. നിങ്ങളുടെ അനേകർക്ക് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം, നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം, നിങ്ങളുടെ പ്രകൃതത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ വ്യാപാരങ്ങൾ കൂടി യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ പ്രകൃതം, നിങ്ങളുടെ സ്വഭാവം യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന അനുഗ്രഹീതമായ, യേശുവിനെ പ്രതിബിംബിക്കുന്ന സ്വഭാവമായി മാറണം. അപ്പോഴാണ് അനുഗ്രഹം സമൃദ്ധമായി നിങ്ങളുടെ തലയിലേക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരത്തിൽ തന്നെ, ശരീരപ്രകാരം തന്നെ മക്കൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. മക്കളില്ലാത്തവർ മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഈ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയായതിനെ ഉളവാക്കും ദൈവത്തിന് അസാധ്യമല്ലല്ലോ ഒന്നും.
ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഒരുപക്ഷേ നിങ്ങളുടെ നിർജ്ജീവമായ ഗർഭപാത്രത്തെ ജീവിപ്പിക്കാൻ യേശുക്രിസ്തുവിന് കഴിയുമല്ലോ. നിങ്ങൾക്ക് കേടുള്ളതായ നിങ്ങളുടെ ശരീരത്തിൻ്റെ പോരായ്മകളെ എല്ലാം നികത്തി തരുവാൻ യേശുവിന് കഴിയുമല്ലോ. എവിടെയാണോ പോരായ്മ അതുമായിട്ട് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. ഒരുപക്ഷേ ഡോക്ടേഴ്സ് വിചാരിച്ചിട്ടൊന്നും സാധിക്കുന്നില്ല, ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞു, ഡോക്ടേഴ്സ് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എത്രയെത്ര സംഭവങ്ങൾ, ഡോക്ടേഴ്സ് കൈവിട്ടതായ എത്രയെത്ര സംഭവങ്ങൾ കരുണയുള്ള കർത്താവ് കൃപയാൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹീതമായ അനുഭവത്തിൽ ദൈവം മക്കളെ തരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കരഞ്ഞ് പറയണം, കർത്താവേ എനിക്കൊരു കുഞ്ഞിനെ തരണമേ, കർത്താവേ എനിക്ക് മക്കളെ തരണമേ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ മക്കളെ 1 or 2 നിർത്തരുത്. ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുഞ്ഞ് നിർത്തരുത്. മക്കളുണ്ടാകട്ടെ, മക്കൾ നമുക്ക് ധാരാളം പേരുണ്ടാകട്ടെ, മക്കൾ നമ്മുടെ വീട് നിറയെ ഉണ്ടാകട്ടെ, അനുഗ്രഹീതമായ കുടുംബജീവിതം നമുക്കുണ്ടാകട്ടെ. മക്കളും മക്കളുടെ മക്കളുമായി നിങ്ങളുടെ കുടുംബം വളരട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് സമൂഹം ഇന്ന് വലിയൊരു കെടുതിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇൻഫെർട്ടിലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇൻഫെർട്ടിലിറ്റി? വന്ധ്യത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളുണ്ടാകുവാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. ശരീരപ്രകാരം മക്കൾ ജനിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ ഗർഭപാത്രത്തിൽ കൊല്ലരുത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, മക്കൾ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ മക്കളെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വെച്ച് കൊന്ന് നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. അത് കൊലപാതകമാണ്. ജന്മം പ്രാപിച്ചോ ജീവൻ പ്രാപിച്ചോ ഒരു ശിശു നിങ്ങളുടെ ഗർഭത്തിൽ ഉരുവായോ അതിന് ഒരു കാരണവശാലും കൊല്ലരുത്. ദൈവം തന്ന ദാനമാണ്, ദൈവം തന്ന നിധിയാണ്, ദൈവം തന്ന സ്വത്താണ്. മക്കൾ ദൈവം തരുന്ന അനുഗ്രഹമാണ്. ഒരു കാരണവശാലും മക്കളെ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വെച്ച് നശിപ്പിച്ച് കളയരുത്. അബോർഷൻ നടത്തരുതെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഗർഭഛിദ്രങ്ങൾ നടത്തരുത്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അനുഗ്രഹീതമായ കാര്യങ്ങളാണ്. അനുഗ്രഹീതമായ ജീവിതം, ധന്യമായ ജീവിതം. നാം മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മക്കൾ ഉള്ള മാതാപിതാക്കളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ മക്കളെ കാണുമ്പോൾ അയ്യോ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് കൊന്നുപോയല്ലോ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതുപോലൊരു കുഞ്ഞായിരുന്നേനല്ലോ എൻ്റെ ആ കുഞ്ഞ്. ഇന്ന് നിങ്ങൾക്ക് മക്കൾ വലിയ സ്നേഹമല്ലേ, മക്കൾ നിങ്ങൾ ലാളിക്കുന്നില്ലേ, ഓമനിക്കുന്നില്ലേ? എന്നാൽ ഇതുപോലെ ഓമനിച്ച് ലാളിക്കേണ്ട ഒരു കുഞ്ഞിനെയാണല്ലോ ഞാൻ നശിപ്പിച്ച് കളഞ്ഞത്. പല കാരണങ്ങൾ നിങ്ങൾ പറയാൻ കാണുമായിരിക്കും. പക്ഷേ സ്നേഹിതരെ, ഒരു കാരണവശാലും നിങ്ങളുടെ ഗർഭത്തിൽ ഉരുവായ ശിശുവിനെ നിങ്ങൾ മരിപ്പിക്കരുത്, കൊല്ലരുത്, അതിനെ വധിച്ച് കളയരുത്. ദൈവത്തിന് സ്തോത്രം. മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇവിടെ നവമിക്ക് ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ലഭിച്ചു. നവമിയുടെ മരുമകളായ രൂത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഓബേദ് എന്നാണ് അവൻ്റെ പേര്. ഓബേദ് ഒരു അനുഗ്രഹപാത്രമാണ്. അവനെ ആ അമ്മ ലാളിക്കുമ്പോഴെല്ലാം അവനെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകളാണ് പുലർത്തുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞിനെയാണ് കാണുന്നത്, ഒരു പിഞ്ചു കുഞ്ഞ്. ആ കുഞ്ഞ് അമ്മയുടെ കൈകാലിട്ടടിച്ച് ചിരിക്കുകയോ കരയുകയോ ചെയ്യുന്നൊരു കുഞ്ഞ്. ആ കുഞ്ഞ് ഇന്ന് ഒരു ശിശുവായിട്ട് കിടക്കുന്നു. എന്നാൽ ആ അമ്മ മുൻകൂട്ടി കാണുകയാണ്. എന്താണ് കാണുന്നത്? വരാൻ പോകുന്ന കാലത്ത് ഇത് യേശുക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ ഉന്നത സ്ഥാനം പ്രാപിക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഓബേദ് ഇശ്ശായിയെ ജനിപ്പിക്കുന്നു, ഇശ്ശായി ദാവീദിനെ ജനിപ്പിക്കുന്നു, ദാവീദിൻ്റെ 14ാം തലമുറയിൽ യേശുക്രിസ്തു ജനിക്കുന്നു. ഒരു ശിശു, ഇപ്പോൾ കാണുന്നൊരു ശിശുവാണ്. എന്നാൽ ഈ ശിശു എന്തായി തീരാൻ പോവുകയാണ്? യേശുക്രിസ്തുവിൻ്റെ ആ വംശാവലി പട്ടികയിലെ ഒരു മുത്തശ്ശനായി തീരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഓബേദ്, ഈ ശിശു അവൻ വളർന്നു വരുന്നു. അവൻ പിന്നീട് ഇശ്ശായി ജനിപ്പിക്കുന്നു, ഇശ്ശായി ദാവീദിനെ ജനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമായി കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര ഉന്നതമായൊരു സ്ഥാനത്താണ് ഈ കുഞ്ഞ് വരാൻ പോകുന്നത്. ആ കുഞ്ഞിനെ ലാളിക്കുമ്പോൾ അമ്മ ഇതൊന്നും അറിയുന്നില്ല. ആ കുഞ്ഞിനെ ഓമനിക്കുമ്പോൾ ആ വല്യമ്മ ഇതൊന്നും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞിനെ കൈത്തലത്തിൽ എഴുതിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടാകും. എൻ്റെ കർത്താവേ, നീ ഒരു കുഞ്ഞിനെ തന്നല്ലോ. ഉറങ്ങിപ്പോയ വീട്ടിൽ നീ എനിക്ക് ഉണർവ് തന്നല്ലോ. കർത്താവേ, ദുഃഖം തളം കെട്ടിയ വീട്ടിൽ നീ എനിക്ക് പ്രസാദാത്മകത്വം തന്നല്ലോ. കർത്താവേ, പ്ലസൻനെസ് നഷ്ടപ്പെട്ടു പോയ വീട്ടിൽ, ബിറ്റർനെസ് മാത്രമായ വീട്ടിൽ നീ പ്ലസൻനെസ് തന്നല്ലോ. ബിറ്റർനെസ് ചേഞ്ച് പ്ലസൻനെസ്. ദൈവത്തിന് സ്തോത്രം. ബിറ്റർനെസ് മാറി, കയ്പ് മാറി, പ്ലസൻനെസ് പ്രസാദാത്മകത്വം തന്നു, സന്തോഷം തന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നിത് കേൾക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, സന്ധ്യയെങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. നിങ്ങൾക്ക് ഇന്ന് ദുഃഖമാണ്, ഇന്ന് നിങ്ങൾക്ക് ദുരിതമാണ്, ഇന്ന് നിങ്ങൾക്ക് പലതിലും പോരായ്മയുണ്ട്, പലതിലും നിങ്ങൾക്ക് കുറവുണ്ട്, പലതിൽ നിങ്ങൾ വേദനിക്കുന്നുണ്ട്, പലതിൽ നിങ്ങൾ നെടുവീർപ്പെടുന്നുണ്ട്. എന്നാൽ കേൾക്കൂ, ഒരു നല്ല കാലം നിങ്ങൾക്ക് വരാൻ പോകുന്നു, സമാധാനകാലം നിങ്ങൾക്ക് വരാൻ പോകുന്നു, ആശ്വാസത്തിൻ്റെ കാലങ്ങൾ വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ
ഇന്നത്തെ ഈ ദുഃഖങ്ങളെല്ലാം മാറി മറയും. ഇന്നത്തെ ഈ ദുരിതങ്ങളെല്ലാം മാറി മറയും. സ്നേഹിത, നിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ഈ രോഗം മാറും. യേശുക്രിസ്തുവിൻ്റെ ദയാദൃഷ്ടി ഒന്ന് പതിഞ്ഞാൽ മതി, നിൻ്റെ രോഗം പറന്നു പോകും. ദൈവത്തിന് സ്തോത്രം. സഹോദരി, ഇന്നത്തെ ഇതിന് കുടുംബത്തിലെ സ്വൈരക്കേടും കുടുംബത്തിലെ വഴക്കും ബഹളവും തർക്കവും വിതർക്കവും ഇന്നത്തെ കുടുംബ ക്ലേശങ്ങളും എല്ലാം മാറും. എല്ലാം മാറി ഒരു നല്ല കാലം നിനക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അതിനെന്താണ് വേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ യേശുക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം പ്രവർത്തിക്കണം. വിട്ടുകൊടുക്കണം യേശുവിന് പ്രവർത്തിക്കാൻ. ഇന്ന് യേശുവിന് പ്രവർത്തിക്കണമെന്നുണ്ട്, പക്ഷേ യേശുവിന് തൊടാൻ പറ്റുന്നില്ല. യേശുക്രിസ്തു നിങ്ങളെ തൊടണമെന്നുണ്ട്, യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കണമെന്നുണ്ട്, പക്ഷേ യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും തരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒന്നും കർത്താവ് തടഞ്ഞു വയ്ക്കുന്നില്ല. എല്ലാം മറുപടിയായി തരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് കർത്താവിന് കയറി പിടിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളെ പിടിച്ചിരിക്കുന്ന ഒരു ഘോര ശത്രുവുണ്ട്. ഒരു പിശാച് നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൻ്റെ ഭീകരമായ ഇരുമ്പോടാമ്പലുകളിൽ ബന്ധിച്ച് അവൻ നിങ്ങളെ തകർത്ത് അവൻ നിങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിശാച് അവകാശം പറയുമ്പോൾ യേശു നിസ്സഹായനായി നോക്കി നിൽക്കും. കാരണം അവൻ അവകാശം പറയാനുള്ള പാവം നിങ്ങളിലുണ്ട്. പിശാചിന് അവകാശം പറയാനുള്ള പാവം നിങ്ങളിലുള്ളതുകൊണ്ട് യേശു ക്രിസ്തുവിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കർത്താവ് മാത്രമേ പറയുന്നുള്ളൂ, എനിക്ക് മോനെ നിന്നെ തൊടണമെന്നുണ്ട്, മോളെ എനിക്ക് നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെ നിന്നെ അനുഗ്രഹിക്കും? എങ്ങനെ നിന്നെ തൊടും? നിന്നിൽ അശുദ്ധിയുണ്ടല്ലോ. അശുദ്ധിയുള്ളിടത്ത് എനിക്ക് തൊടാൻ നിർവാഹമില്ല. നിന്നിൽ പിശാചിന് അവകാശമുണ്ടല്ലോ. ശത്രു അവകാശം പറയുന്നിടത്ത് എനിക്ക് നിന്നെ തൊടാൻ നിർവാഹമില്ല. കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ നീ തന്നെ സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം ചിന്ത കൊണ്ട്, സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നീ ദുഷ്ടനെ മാറ്റിക്കളയുക. നീ പാപത്തെ വിട്ടുകളയുക. പിശാചിന് അവകാശമുള്ളത് അവിടെ നീ പറിച്ചെറിഞ്ഞു കളയുക. അവിടെ നീ കത്തിവെക്കുക. അവിടെ നീ മുറിച്ച് കളയുക. എന്താണോ നിൻ്റെ ജീവിതത്തിൽ എനിക്ക് തൊടാൻ പറ്റാത്തതായിട്ടുള്ളത് അത് നീ മാറ്റിക്കളയുക. ഒട്ടും സംശയിക്കേണ്ട. അപ്പോൾ ഞാൻ നിന്നെ തൊടാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയായതിനെ ഉളവാക്കുന്ന നിത്യനായ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ചെങ്കടൽ പിളർന്നവന് അസാധ്യമായി എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. ചെങ്കടലിൽ ചെങ്കൽപ്പാതി ഒരുക്കിയവന് അസാധ്യമായിട്ട് എന്തുണ്ട്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയണം, ദൈവത്തോട് പറയണം, കർത്താവേ, നീ ചെങ്കടലിനെ ഉണങ്ങിയ നിലമാക്കിയല്ലോ. ചെങ്കടൽ നിറഞ്ഞു കിടന്ന കടല്, അലമാലകളിൽ തിരത്തല്ലിയിരുന്ന കടല് കർത്താവേ. എന്നാൽ ആ കടല് ആ ഭാഗം മുഴുവൻ 1-2 മൈലല്ലോ 600,000 സഞ്ചരിച്ച് പോകാൻ തക്കവണ്ണം നല്ല ഉണങ്ങിയ നിലമാക്കിയ ജീവനുള്ള ദൈവമേ, ചെളിയൊന്നുമില്ലാതെ മുഴുവൻ ഉണങ്ങിയ നിലമാക്കി തീർത്ത കർത്താവേ, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. ആ ചരിത്ര സത്യം ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. എന്നെ നീ ഒന്ന് തൊടണമേ കർത്താവേ. എൻ്റെ മേൽ നീ ഒന്ന് ചവിട്ടി ഇറങ്ങണമേ കർത്താവേ. എൻ്റെ മേൽ നീ ഒന്ന് ചവിട്ടി നിൽക്കണമേ കർത്താവേ. ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അഗ്നി ഇറക്കിയ നിത്യനായ ദൈവമേ, നിനക്ക് അസാധ്യമായിട്ട് എന്തുള്ളൂ കർത്താവേ? നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കണം. ഞാൻ അനുഭവിക്കുന്ന ഈ ക്ലേശം, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നം, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി എൻ്റെ കർത്താവേ നീ അറിയുന്നല്ലോ. നിനക്ക് അറിയാത്തതല്ലല്ലോ. ഈ പ്രതിസന്ധിക്ക് നീ ഒരു പരിഹാരം തന്നേ നോക്കൂ കർത്താവേ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിസ്സഹായനല്ലോ, ഞാൻ കഴിവില്ലാത്തനല്ലോ, ഞാൻ ബലഹീനല്ലോ, ഞാൻ സാധു മനുഷ്യനല്ലോ, എനിക്കൊന്നിനും കഴിവില്ലല്ലോ കർത്താവേ, നിസ്സഹായനാണ്. നിങ്ങൾ ദൈവത്തോട് പറയണം. അപ്പോൾ നിത്യനായ ദൈവം കടന്നു വന്ന് നിങ്ങളെ പിടിക്കും. അവൻ അത്ഭുതം പ്രവർത്തിക്കും. യോർദാൻ വറ്റിച്ചവന് അസാധ്യമായിട്ട് എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യോർദാൻ വറ്റിച്ച ദൈവം. നിങ്ങൾ പറയണം, അവകാശം പറഞ്ഞ് ചോദിക്കണം, കർത്താവേ നീ യോർദാൻ വറ്റിച്ചവനല്ലോ. ദൈവത്തിന് സ്തോത്രം. യോർദാൻ ആറ്, കര കവിഞ്ഞൊഴുകുന്ന ആറ്, അത് വറ്റിച്ച് തൻ്റെ ജനത്തിന് നടന്നു പോകുവാൻ കർത്താവേ നീ വഴി ഒരുക്കിയല്ലോ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചവന് ഒരിറ്റ് വെള്ളമല്ല, ഒരു ബക്കറ്റ് വെള്ളമല്ല, 600,000 കുടിക്കാൻ പാകത്തിന് ഒരു വലിയ വലിയ കനാൽ സിസ്റ്റം മരുഭൂമിയിൽ, സീനായ് മരുഭൂമിയിൽ തുറന്നു കൊടുത്ത ദൈവം. ദൈവത്തിന് സ്തോത്രം. വലിയൊരു കനാൽ സിസ്റ്റം ഒരു പാറയിൽ നിന്ന്, ഒരു പാറയിലേക്ക്, ദൈവത്തിന് സ്തോത്രം, പാറയിലേക്ക് തൊടുക പോലും ചെയ്യാതെ, പാറയിലൊന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെ പാറയിൽ നിന്ന് ഇതാ വെള്ളം പൊട്ടിപ്പുറപ്പെടുന്നു. പാറയിൽ നിന്ന് വെള്ളമോ? ഈ കരിമ്പാറയിൽ നിന്ന് വെള്ളമോ? ദൈവത്തിന് സ്തോത്രം. ഒരു പ്രതീക്ഷയില്ലാത്തിടത്ത് വെള്ളം പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രതീക്ഷയുമില്ല. കുഞ്ഞെ, നിനക്ക് ഇപ്പോൾ പ്രതീക്ഷയെല്ലാം നശിച്ചിരിക്കുകയാണ്. മോനെ, നിനക്ക് പ്രതീക്ഷകൾ നശിച്ചിരിക്കുകയാണ്. ഇവർക്ക് ആ പാറയല്ലേ, ഇവിടെ ഉണ്ടോ വെള്ളം കിട്ടാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. മോളെ, നീ ഇന്ന് വിഷമിച്ചിരിക്കുകയാണ്. കേൾക്കൂ, ഈ പാറയിൽ നിന്ന് ജീവനുള്ള ദൈവം വെള്ളം പുറപ്പെടുവിക്കും. 600,000 6 ലക്ഷം പേർക്ക് സുഭിക്ഷമായി കുടിക്കാൻ തക്കവണ്ണം വെള്ളം പുറപ്പെടും. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? കരുണയുള്ള കർത്താവ് പ്രവർത്തിച്ചാൽ നിറവടിയായിട്ടാണ് തരുന്നത്. അവൻ കുറച്ചായിട്ടല്ല, അവൻ പിശുക്കായിട്ടല്ല തരുന്നത്. അവൻ സമൃദ്ധമായിട്ട് തരും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവായി തരുന്നതിനാണ് അവൻ. നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. ചോദിച്ചു വാങ്ങണം. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യിരെമ്യാ പ്രവചനം 33 അധ്യായം 3 വാക്യം വായിക്കാം. യിരെമ്യാ 33:3. യിരെമ്യാ എന്ത് പറയുന്നു? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചോദിപ്പീൻ, അവൻ നമുക്ക്
അത്ഭുതകരമായി അവൻ മറുപടി തരും. യിരെമ്യാ 33:3. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. നീ അറിയാത്ത മഹത്തായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അഗോചരമായ കാര്യങ്ങൾ അഗോചരം, അൺറീച്ചബിൾ, അഗോചരമായ കാര്യങ്ങൾ ഞാൻ അറിയിക്കും. നീ ഇതുവരെ എത്തിപ്പെടാത്തതായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. നീ അറിയാത്തത് അഗോചരമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. ദൈവത്തിന് സ്തോത്രം. ഗുപ്ത നിധികളെ, ഗുപ്ത നിക്ഷേപങ്ങളെ ഞാൻ നിനക്ക് തരും. ഗോപനം ചെയ്യപ്പെട്ട, മറച്ചു വയ്ക്കപ്പെട്ട നിധികൾ ഞാൻ നിനക്ക് തരും. ഇന്ന് എല്ലാവർക്കും ആ നിധി മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിനക്ക് ഗുപ്ത നിധികളെ നിനക്ക് തരും. ഗോപനം ചെയ്യപ്പെട്ട, മറച്ചു വയ്ക്കപ്പെട്ട നിധികളെ ഞാൻ നിനക്ക് തരും. ഗുപ്ത നിക്ഷേപങ്ങളെ ഞാൻ നിനക്ക് തരും. ദൈവത്തിന് സ്തോത്രം. പലർക്കും ഇന്ന് മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പാവപ്പെട്ട വിശ്വാസിക്ക് ദൈവം തുറന്നു തരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ജീവിതം ധന്യമായ ജീവിതമാണ്. നിങ്ങളുടെ ജീവിതം കളഞ്ഞു കുളിക്കാനുള്ള ജീവിതമല്ല. നിങ്ങളുടെ ജീവിതം വെറുതെ വ്യർത്ഥമായി കളയാനുള്ള ജീവിതമല്ല. നമ്മുടെ ജീവിതം വിലയേറിയ ജീവിതമാണ്. ഈ ജീവിതം നിങ്ങൾ വ്യർത്ഥതയ്ക്ക് വേണ്ടി കളയരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ജീവിതം പാപത്തിന് വേണ്ടി കളയരുത്. ഈ ജീവിതം പിശാചിന് ഈമ്പി കുടിക്കാൻ കൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പിശാച് ഈ കരിമ്പ് അത് അവൻ കടിച്ച് ചവച്ച് അതിൻ്റെ സത്തെടുത്തിട്ട് അവൻ അതിൻ്റെ ചണ്ടി വലിച്ചെറിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മോളെ, നീ വലിച്ചെറിയപ്പെടേണ്ടവളല്ല. മോനെ, നീ വലിച്ചെറിയപ്പെടേണ്ടവനല്ല. ദൈവത്തിന് സ്തോത്രം. അനേകം കാര്യങ്ങളുടെ മനസ്സിൽ വരുന്നല്ലോ. ചില ചെറുപ്പക്കാർ അവരുടെ ജീവിതം പിശാച് കടിച്ചീമ്പി വലിച്ച് കുടിച്ചിട്ട് വലിച്ചെറിയുന്ന ജീവിതങ്ങളുണ്ട്. എല്ലാം ശൂന്യം പിടിച്ചു പോകുന്ന ജീവിതങ്ങളുണ്ട്. തകർത്ത് കളയുന്ന ജീവിതങ്ങളുണ്ട്. ഭാവി ശൂന്യമാക്കുന്ന ജീവിതങ്ങളുണ്ട്. അനേകം പേര് കുടുംബം മുടിഞ്ഞു പോകുന്നു. സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോകുന്നു. സമാധാനമില്ലാത്ത ജീവിതം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇനി പിശാചിന് കടിച്ചീമ്പാൻ എൻ്റെ ജീവിതം ഞാൻ വിട്ടുകൊടുക്കുകയില്ല. പിശാചിന് കടിച്ച് അതിൻ്റെ മധുരരസം വലിച്ചു കുടിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ ജീവസത്ത വലിച്ചെടുക്കാൻ ശത്രു ഞാൻ കൊടുക്കുകയില്ല. എൻ്റെ ജീവാത്മാവിൻ്റെ അത്ഭുത ശക്തി പിശാചിന് ഞാൻ കൊടുക്കുകയില്ല. ദൈവനിൽ ഒരു ഗുപ്ത നിക്ഷേപം വെച്ചിരിക്കുകയാണ്. ദൈവനിൽ ഒരു വലിയ അനുഗ്രഹീത നിക്ഷേപം അവൻ തന്നിരിക്കുകയാണ്. ഈ നിധി മറ്റാർക്കും കൊടുക്കാൻ കൊടുക്കുകയില്ല. ഒരു അന്യ സ്ത്രീക്കോ അന്യ പുരുഷനോ കൊടുക്കാൻ പറ്റുകയില്ല. ഇത് യേശുവിന് മാത്രമുള്ളതാണ്. ഈ ശരീരം യേശുവിൻ്റേതാണ്. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിന് കുടിയിരിപ്പ് ഭവനമാണ്. ഇത് യേശുവിന് മാത്രമായി വിൽക്കപ്പെട്ട ഭവനമാണ്. ഇത് യേശുവിൻ്റെ മാത്രമാണ്. യേശു വിലയ്ക്ക് വാങ്ങിയതാണ്. അരുതാത്തൊരു വാക്ക് ഈ നാവിൽ വരികയില്ല. അരുതാത്ത ഒരു നോട്ടം ഈ കണ്ണിൽ വരികയില്ല. അരുതാത്തൊരു ആഗ്രഹം ഹൃദയത്തിൽ വരികയില്ല. അരുതാത്തൊരു ചിന്ത ഈ മനസ്സിൽ വരികയില്ല. യേശുവേ, അരുതാത്തൊരു ഒഴിക്ക് ഞാൻ നടക്കുകയില്ല. എൻ്റെ കർത്താവേ, യേശു ക്രിസ്തുവിന് പ്രസാദകരമായ ഒരു ജീവിതം ഞാൻ നയിക്കുമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറയ്ക്കാൻ പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് യേശു നിങ്ങൾ പ്രസാദിക്കുന്നത്. യേശു നിങ്ങൾ അനുഗ്രഹിക്കുന്നത്. ശോഭനമായ, അനുഗ്രഹീതമായ, ധന്യമായ ജീവിത പന്ഥാവുകളിലൂടെ യേശു നിങ്ങൾ നയിക്കുകയും നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആനന്ദഘോഷം. ദൈവത്തിന് സ്തോത്രം. ആനന്ദഘോഷമാണ് സ്തുതി. സ്തുതി ലഭിക്കും. കർത്താവേ, നിന്നെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. കർത്താവേ, ഇതിൻ്റെ നാമത്തെ ഞാൻ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. കാരാഗ്രഹത്തിൽ സ്തുതിയില്ല. പിശാചിൻ്റെ തടവറയിൽ സ്തുതിയില്ല. പിശാചിൻ്റെ ജയിലിൽ സ്തുതിയില്ല. പിശാചിൻ്റെ ബന്ധനത്തിലിരിക്കുമ്പോൾ സ്തുതിയില്ല. സ്തുതി ലഭിക്കണം. സന്ധ്യയെങ്കിൽ കേട്ട ശബ്ദം എന്താണ്? കരച്ചിലിൻ്റെ വിലാപ ശബ്ദം. ഉഷസ്സിൽ കേൾക്കുന്ന ശബ്ദമോ സന്തോഷത്തിൻ്റെ ആർപ്പുളിയുടെ സ്തോത്രസ്വരം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ഭാഗ്യാവസ്ഥയിലേക്കാണ് കർത്താവ് വിളിക്കുന്നത്. നിങ്ങൾക്ക് വേണമോ ഈ ഭാഗ്യം? കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടേ ഈ ഭാഗ്യം? യേശുക്രിസ്തുവിനെ സ്തുതിക്കുന്ന ഭാഗ്യം. കർത്താവെ, നാളുകളായി ചുണ്ട് അടഞ്ഞു പോയല്ലോ. നാളുകളായി നാവ് കെട്ടപ്പെട്ടു പോയല്ലോ. സ്തുതി, ആത്മാവിന് സ്തുതി നിലച്ചു പോയല്ലോ. നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ കണ്ണീര് വറ്റിപ്പോയല്ലോ. കർത്താവേ, എനിക്ക് തകർന്ന ഹൃദയത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. കർത്താവേ, എൻ്റെ ദൈവമേ, മുമ്പ് ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ തന്നെ ഞാൻ കരഞ്ഞു തുടങ്ങിയിരുന്നു. ഇപ്പോൾ കരച്ചിൽ എവിടെ പോയി? കർത്താവേ, എൻ്റെ ആത്മാവ് മരവിച്ചിരിക്കുന്നല്ലോ. എൻ്റെ ആന്തരാത്മാവ് കെട്ടപ്പെട്ടിരിക്കുന്നല്ലോ. ശത്രുവിൻ്റെ പിടിയിൽ ഞാൻ അമർന്നു പോയല്ലോ. കർത്താവേ, എന്നെ നീ ഉരുക്കണമേ. എന്നെ നീ തുടയ്ക്കണമേ. എന്നെ ഉടച്ച് വാർക്കണമേ. കർത്താവേ, എന്നെ നീ നുറുക്കണമേ. കർത്താവേ, തകർന്നത് നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. നാഥ, എന്നെ പാപബോധം കൊണ്ട് നിറയ്ക്കണമേ. പാപബോധം എനിക്ക് തരണമേ. പാപബോധം, കുറ്റബോധം എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു.
ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായത്തിൽ കരച്ചിൽ, 4-ാം അധ്യായത്തിൽ ആനന്ദഘോഷം. കർത്താവിന് സ്തോത്രം. സൗഭാഗ്യമായ ജീവിതം. 1-ാം അധ്യായത്തിൽ ബിറ്റർനെസ്, 4-ാം അധ്യായത്തിൽ ബ്ലെസഡ്നെസ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായത്തിൽ ഫിണറൽ, 4-ാം അധ്യായത്തിൽ ഫെസ്റ്റിവൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായത്തിൽ ടിയേഴ്സ്, 4-ാം അധ്യായത്തിൽ ട്രയംഫ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നേടാം ഇത് ഈ മഹാഭാഗ്യം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തീരുമാനമെടുക്കൂ. യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കൂ. തിരക്തത്താൽ കഴുകൽ പ്രാപിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ ചങ്കിൽ നിന്നൊഴുകിയ തിരക്തത്താൽ കഴുകൽ പ്രാപിക്കൂ. വിശുദ്ധിയെ തേയ്ക്കൂ. കർത്താവിന് വേണ്ടി ഒരുങ്ങൂ. ക്രിസ്തു രണ്ടാമത്തെ ഒരുവിന് വേണ്ടി ഒരുങ്ങൂ. നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, തന്ന അനുഗ്രഹകരമായ ദൂതുകൾക്കായി സ്തോത്രം. നിൻ്റെ മക്കളെ തൊട്ടതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകിയതിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തണമേ കർത്താവേ. എല്ലാവരും സന്തോഷകാലങ്ങൾ അനുഭവിപ്പാൻ കർത്താവേ, സൗഭാഗ്യകാലങ്ങൾ അനുഭവിക്കുവാൻ, ഈ ലോകത്തിൽ തന്നെ സൗഭാഗ്യകാലം തുടങ്ങുവാൻ, ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ തന്നെ സ്വർഗം തുടങ്ങുവാൻ കർത്താവേ, കടന്നു വരുമ്പോൾ നിത്യസ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.